ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയൊരു കാര്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമല്ലോ അല്ല ഡിസ്കസ് ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ടാണ്. എന്നാന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ സോഷ്യൽ മീഡിയയിലെല്ലാം ഒരു ലേഡി, ഞാൻ അവളുടെ പേരൊന്നും പറയുന്നില്ല, ലേഡി ഒരു വീഡിയോ ഷെയർ ചെയ്ത് ഒരു ദീപക് എന്ന് പറയുന്ന ഒരാൾ സൂയിസൈഡ് ചെയ്ത സംഭവം നമ്മൾ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ നമുക്കതിനെപ്പറ്റി എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇപ്പം ഒരു കാര്യം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളത് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. നമ്മളിത് പോസ്റ്റ് ചെയ്യേണ്ടതാണോ എന്നുള്ള കാര്യം നമ്മൾ ആരാണെങ്കിലും എല്ലാവരും ഒന്നാലോചിക്കണം. നമ്മളൊക്കെ യൂട്യൂബ് വീഡിയോ ഒക്കെ എടുത്തിടുന്നവരല്ലേ. നമ്മൾ വീഡിയോ ഇടുമ്പോൾ പോലും നമ്മൾ ആദ്യം എടുക്കുന്ന വീഡിയോ അങ്ങ് ഇടുമല്ലോ. ചിലപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ എടുത്തിട്ടല്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം പബ്ലിക്കിലേക്ക് നമ്മൾ ഇടുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. കാരണം ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ പോയി. നമ്മളിനി എന്തൊക്കെ ഇതിനകത്ത് ഇത് അഭിപ്രായം പറഞ്ഞാലും, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തല്ല, അല്ലെ അവർ തെറ്റ് ചെയ്തു, അല്ലെ അവരെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഇതൊന്നും ഈ പോയ ആളെ ആ വീട്ടുകാർക്ക് ഇനി തിരിച്ചു കിട്ടത്തില്ല. അവർക്കത് വലിയൊരു നഷ്ടം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ഒരാൾ പോലും ഇന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാണുമായിരിക്കും. എന്നാലും എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അതിൽ എൻഗേജ്ഡുമാണ്. പലരും നമ്മുടെ സമൂഹത്തിലെ എല്ലാവരും ഇതിലൊക്കെ കൂടെ ഓരോ കാര്യങ്ങൾ, അവരുടെ കഴിവുകളാണെങ്കിൽ പാട്ട് പാടുന്നവരാണ് പാട്ട് പാടി അതിനകത്ത് ഇടാറുണ്ട്, ഡാൻസ് ചെയ്യുന്നവരാണ് അങ്ങനെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ എല്ലാവരും ഓരോ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാറുള്ളവരാണ്. അപ്പം ഞാൻ പറഞ്ഞത്, അതുപോലെ ഈ സോഷ്യൽ മീഡിയ ആൾക്കാർ എപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇതുപോലുള്ളൊരു വീഡിയോ ഒക്കെ ഇടുമ്പോൾ പെട്ടെന്ന്, അതാണിത് പെട്ടെന്ന് വൈറലാകുക എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ. അപ്പം എല്ലാവരും ഇങ്ങനെയുള്ള കാര്യമാകുമ്പോൾ, ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ ഒന്നുകൂടി അത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചത്, ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് കാണുമായിരിക്കും, ഇവരിത് ഷെയർ ചെയ്ത് എവിടെയൊക്കെ ഷെയർ ചെയ്തു എന്നുള്ളതൊന്നും അദ്ദേഹത്തിന് അറിയില്ലല്ലോ. അപ്പോൾ എല്ലാവരോടൊന്നും നമുക്ക് പറഞ്ഞ് നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാനൊന്നും പറ്റത്തില്ല. അല്ല, കേസ് കൊടുത്താലും ഇതൊക്കെ തെളിഞ്ഞു വരുമ്പോഴത്തേന് കുറേ ആവുകയും ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിന് അത് താങ്ങാൻ പറ്റിയിട്ടുണ്ടാകത്തില്ല. മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുന്നതോ അങ്ങനെയൊക്കെ താങ്ങാൻ പറ്റിയിട്ടുണ്ടാകത്തില്ല. അപ്പം നമ്മൾ ഒരു കാര്യം എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണ്, നമുക്ക് ഡിസ്കംഫേർട്ടായിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്ലേസിൽ നിന്ന് മാറി നിൽക്കുക. വീണ്ടും ആ പ്ലേസിൽ വന്ന് ഇവർ ശല്യം ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ പ്രതികരിക്കാം, അല്ലേ? അപ്പം തന്നെ പ്രതികരിച്ച്, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്, അല്ലെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അപ്പോൾ ആ ബസ്സിലെ ആൾക്കാർ ഇടപെടും, അല്ലെ എന്താണ് ചോദിക്കും. ഇത് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ പോലും നമ്മളൊരവസരം കൊടുത്തില്ല. ഇനി എന്തെങ്കിലും എടുക്കാൻ ഇത് ചെയ്തപ്പോൾ കൈ കൊണ്ടതാണോ, ഇതൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അദ്ദേഹത്തിന് പറയാനുള്ള ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നവരും എല്ലാം ഒരുപാട് ശ്രദ്ധിച്ച് നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യുമ്പോൾ അതുപോലെ ശ്രദ്ധിച്ച് ദയവായി നമ്മൾ ഷെയർ ചെയ്യുകയും പോസ്റ്റ് ചെയ്യുകയും ചെയ്യുക.